അപ്പം മുമ്പ് പറഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂറ്റി പറയാം. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ മൂട്ടിൽ നിന്ന് നിങ്ങളെന്ന് റെസ്പെക്റ്റ് കൊടുത്ത് പറയുന്നതല്ല, സ്വയം നിങ്ങൾക്ക് റെസ്പെക്റ്റ് ഇല്ല, തമ്മിൽ കുഴി ചാടിക്കണം. ഭാര്യ ഭർത്താക്കന്മാരായാലും ആരായാലും, ജീവനില്ലാത്തത് ഏതും. ഞാൻ എക്സാമ്പിൾ ശബരിമല, ഗുരുവായൂർ എന്നൊക്കെ പറഞ്ഞുണ്ട് കിട്ടേണ്ട നേരത്ത് കിട്ടിയത്. രാത്രി ആയാലും ഏത് സമയത്താണെങ്കിലും. ഇപ്പോൾ കൊങ്കൺ സൈഡിൽ പെയ്യണ പോലത്തെ മഴയാണ് ഇവിടെ പെയ്യണത്, നല്ലോണം ശക്തിയായിട്ട്. ഇത് മുകളിൽ നിന്ന് ഫ്ലഡ്സ് വീഴണ പോലെ തന്നെയാണ് വീഴണം. അപ്പോൾ ശ്രദ്ധിച്ചൊക്കെ ഒന്നും വേറെ വിട്ടിത്തരവും പറയാമെന്നല്ല പറയാം. മൂട്ടിൽ നിന്ന് വിട്ടണ പോലെ പറയാം. എനിക്കെങ്ങനെ കൊള്ളണേ, മൂട്ടിൽ നിന്ന് അടുത്ത് തന്നെ ഒരാൾ വിട്ട് കഴിഞ്ഞാൽ അന്ന് പറഞ്ഞ ഒരു സമയത്ത് 28 വയസ്സ് വരെ അങ്ങനെ ഇല്ല, സെക്കൻഡ് ടൈം പോകണ വരെ. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യണ്ട. മൂട്ടിൽ നിന്ന് വിട്ടണം ആരടുത്തും ഞാൻ അവർ ഞാൻ അങ്ങനെ ഒരു രീതിയിൽ ആ രീതിയിൽ സംസാരിക്കണ രീതിയില്ല എന്ന് പല വർഷം പറഞ്ഞു. അപ്പോൾ അങ്ങനെയില്ല. അപ്പോൾ മൂട്ടിൽ നിന്ന് വിട്ടുകൊണ്ടിരുന്ന എന്താ പൂർണ്ണമായിട്ടുള്ളത് സ്വന്തമായിട്ട് അറിഞ്ഞ് പൂർണ്ണമായിട്ട് വിലയുള്ള സംസാരമായെന്ന് പറയട്ടെ. അല്ലാണ്ട് ഈ കുടിച്ച് നടക്കണ ഒരു വീട്ടിൽ കൈയടിക്കണവരിത് പറയുമോ? പറഞ്ഞാൽ 30 വർഷം കുടിച്ച് നടന്ന ഒരു ഗുട്ക കഴിച്ച് മൂക്കിപ്പൊടി വലിച്ച് ഡ്രഗ് അടിച്ചത് അത് അടുത്ത ദിവസം, നെക്സ്റ്റ് ദിവസം, പിന്നെ അടുത്ത 30 വർഷം തുടരും. അപ്പോൾ അങ്ങനെയുള്ളവരാണ് ചിക്കും ഇമാജിൻ. കുറേ പേരുണ്ട് അങ്ങനെ. അപ്പോൾ കിട്ടുമ്പോൾ മേടിച്ച് വെച്ചതല്ല, കിട്ടുമ്പോൾ മേടിച്ച് വയ്ക്കുമ്പോൾ പിന്നെ ഓർമ്മശക്തി ഫുള്ളായിട്ടും അത് മറവി രോഗം ഞാൻ നന്നായിട്ട് മാറ്റിയാലാന്ന് പറയണേ ഞാൻ. ദേഷ്യം എന്നിട്ട് പറയുന്നില്ല, ദേഷ്യം എന്നിട്ട് കൊണ്ടുപോയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ കുടിച്ചിലൊക്കെ കേട്ടതാണ്. ഈ വേർഡ് തന്നെ ഞാൻ തിരിച്ച് ഈ വേർഡ് തന്നെ ഉപയോഗിക്കാം, മൂട്ടിൽ നിന്ന് വിടുന്ന പോലെ അല്ല, അതല്ല ചെയ്യണം. വെറുപ്പുണ്ടായിട്ട് വിഡിത്തം മാറ്റാനുള്ള കാര്യം പറഞ്ഞാൽ, പക്ഷെ വിഡിത്തത്തിൽ മാറാനുള്ള അത് തന്നെ തുടരാം. അപ്പോൾ തമ്മിൽ കുഴിയിൽ ചാടിക്കണവർ തമ്മിൽ റെസ്പെക്റ്റ് ഇല്ല എന്നർത്ഥം അല്ലേ? ജീവനില്ലാത്ത അരച്ച് ജീവനില്ലാത്ത പറഞ്ഞ് ചെയ്ത് എന്നൊക്കെ പറഞ്ഞാൽ എന്താ, മൂട്ടിൽ നിന്ന് വിടണ പോലെ ഓരോന്നും ചെയ്തിട്ട് സ്വന്തം തന്തയുടെ തള്ളയിൽ സ്വന്തം എന്ന് പറയുന്നത് റെസ്പെക്റ്റ് കൊടുത്ത് പറയുന്നതല്ല. റീട്ടാർഡ് നേച്ചർ അറിവിലായ്മ അനുകരിച്ച് വിഷം. റീട്ടാർഡ് നേച്ചർ അത് നിങ്ങളെ സ്വയം തിരിച്ചു കൊത്തുമ്പോൾ ആ രീതിയിൽ വരുന്നത്. മൂട്ടിൽ നിന്ന് വിടണ പോലെക്ക് തിരിയണോട് ഇല്ല എന്താന്ന്. അപ്പോൾ പേടി പാവം പിന്നെ എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ തന്നെ, നിങ്ങൾ റെസ്പെക്റ്റ് കൊടുത്ത് പറയുന്നില്ല. ശോഷിച്ച അവസ്ഥ സ്വന്തം നാവുകൊണ്ട് കാണിച്ച് ആ കുരുട്ട് മോന്ത ഉണ്ടല്ലോ, ഒരു തരം ചാണകം മേടിക്കാൻ മോന്ത, ആ മോന്ത തന്നെ പ്രതിഫലിപ്പിക്കുക എന്ന് പറയാൻ പറ്റില്ല, നല്ല വാക്കുകൂടി ഉപയോഗിക്കാൻ പറ്റില്ല. സ്വയം അധിക്ഷേപിക്കുക, സ്വന്തം ശോഷിച്ച അവസ്ഥ, സങ്കോചിതമായ മനസ്ഥിതി എന്ന് പറയാൻ പറ്റില്ല, സങ്കോചിതമായ ഒരു ശോഷിച്ച അവസ്ഥ, അത് വികസിക്കാൻ പഠിക്കും. അവിടെ ഇവിടെയും പറയുന്നത് മുഖത്ത് നോക്കി പറയുന്നത് അല്ലാണെന്നൊക്കെ പറയുന്നത് നിങ്ങൾ സ്വയം നിങ്ങൾ സമാധാനിപ്പിക്കുകയാണ്. പൂർണ്ണ അറിവോടെ കാര്യങ്ങൾ ചെയ്യും, ഷെയ്ക്കൻഡ് തരുമ്പോൾ അതൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ 3-4 കാര്യം ഞാൻ ആ രീതിയിൽ തന്നെ പറയണം. ഇതിപ്പോൾ പത്തനംതിട്ട മുൻപ് കളർ കോഡ് ഉണ്ടായി 5-6 എന്ന സമയത്തിലുണ്ടാകുമ്പോൾ 3-ാം ക്ലാസ്സിൽ ചേരേണ്ട ഞാൻ 2-ാം ക്ലാസ്സിൽ ചേർന്ന്, പിന്നെയും ആ 2-ാം ക്ലാസ്സിൽ നിന്ന് പിന്നെയും 3-ാം ക്ലാസ്സിൽ ചേരുമ്പോൾ ആ 3-4-3 കിടക്കുക അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാക്കും. അതും 5-6 65 വയസ്സിൽ 95-96 വർഷത്തിൻ്റെ ഇടയ്ക്ക് 65 വയസ്സുള്ളപ്പോൾ കുമാമ മൂത്തരനിയും തമ്മിൽ വ്യത്യാസം അറിയാണ്ട് മാർച്ച് 14 വീണ്ടും ജനിച്ച അവരുടെ കൂമോദീസയ്ക്ക് കിണ്ടിയിൽ നിന്ന് വീണ്ടും 10ാമത്തെ കുട്ടി എന്നുവെച്ചാൽ ആ കോയിനിക്കാടിന് കുട്ടി 9ാമത്തെ 10ാമത്തെ കുട്ടി ജനിച്ച് അപ്പം തന്നെ ചെയ്യണതിനാണ് കിട്ടുന്നത്. അപ്പോൾ 14 ചെയ്യേണ്ട കാര്യമില്ല, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് സ്കൂളിൽ കയറി ഇറങ്ങി നടക്കേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് വികാരി കൊണ്ട് ചെയ്യിപ്പിച്ച്. അത് തന്നെയാണ് പഴയ പള്ളികളെ കിട്ടിയത് 96 തന്നെ. 2 3 6 2 + 3 5 എന്ന് അറിയാം നിങ്ങൾക്ക് അല്ലേ? അപ്പോൾ ആ സമയം തന്നെ കിട്ടണം എന്ന് വെച്ചാൽ ഏത് സമയമാണ് അവിടെ 5-6 ഇവിടെ വന്ന് ഡിസംബർ 5-ഉം ഡിസംബർ 15 അവൻ ഡിസംബർ 12 34 വയസ്സാക്കിയപ്പോൾ ഞാൻ എല്ലാ വർഷം വിഷ് ചെയ്യുന്നു. അപ്പോൾ ഈ വർഷം വിഷ് ചെയ്തില്ല. 16-ാം തീയതി 14 15 വിഷ് ചെയ്തില്ല. അപ്പോൾ അങ്ങനെ വിഷ് ചെയ്യണ രീതിയിൽ നിങ്ങൾ ചിലപ്പോൾ മലയാളികൾ തമ്മിൽ അവിടെ കോന്നിക്കാടൻ വെണ്ടൂരൊന്നും അങ്ങനെ വിഷ് ചെയ്യലില്ല. നമ്മുടെ ഫാമിലി കുറച്ച് അവിടെ നിന്ന് ഞാൻ പറയും ഗോവയിൽ പാർട്ടി ലൈഫൊക്കെ കണ്ടുവരുമ്പോൾ ഇപ്പോൾ എല്ലാ ദിവസവും എത്ര വയസ്സ്, ഇപ്പോൾ 100-90 വയസ്സായാലും കേക്ക് മുറിക്കും. അപ്പം അങ്ങനെയാണ്. അപ്പോൾ അല്ല അങ്ങനെയൊന്നുമല്ല, എപ്പോഴൊന്നുമല്ല, ചിലപ്പോൾ ചില സ്പെഷ്യലായിട്ട് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് പറയണത്. ഞാൻ പറഞ്ഞു 26 തന്നെ 1988 കൂട്ടുമ്പോൾ 288 കൂട്ടുമ്പോൾ 2യുടെ എണ്ണടിക്കൽ ഡാഷ് കഴിഞ്ഞ് 6 കാണിക്കണം. ആ കൂട്ടി നോക്കുമ്പോൾ 26 12 00 ആ തുടക്കം തൊട്ട് 98 വരുമ്പോൾ 88 എന്ന് കാണിക്കും. 2 + 6 88 പ്രാധാന്യം. 12 എന്ന് ജനിക്കുമ്പോഴും ഡയബറ്റീസ് കിട്ടണ രീതി ശ്രീദേവിന് പറഞ്ഞു, ബെറ്റ്സിയുടെ കാര്യമൊക്കെ പറഞ്ഞു.
എങ്ങനെ കിട്ടണേ വഴി പാൻറ്റ് ഹോണ്ട മർഗാവ് GA2 അത് പടിപടിയായിട്ട് ഓരോരുത്തരുടെ ഉത്തേജനം വഴി ഓരോരും സെലക്ട് ചെയ്യണമനുസരിച്ച് ആയിരുന്നു ഊട്ടി വാങ്ങുന്നത്. സെലക്ഷൻ ശരിയാവുന്നില്ല ഒക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഡിസംബർ 5 ഡിസംബർ 15 ഡിസംബർ 12 ഇപ്പോൾ ഡേറ്റ് തിരിച്ചു എഴുതാണെങ്കിലും 12-15 6-5 എന്ന രീതിയിലാണ് കിടക്കുന്നത്. അപ്പോൾ അതും 3-4 എന്ന 4 മണിക്കാണ് ഇതുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ രീതിയിലും അങ്ങനെ കിടക്കണം. അപ്പോൾ 5:34 തന്നെ കാണിക്കണം അല്ലേ, 34 വയസ്സിൽ 3-4 എന്ന രീതിയിലും അല്ലേ. അപ്പോൾ 3+4=5-6-7 എന്ന രീതിയിലും നിങ്ങളുടെ ദൈവത്തിൻ്റെ സമയം 7 3x4 12 1+2 3. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 12 കൂടെ 1+2 3 കൂട്ടിയാൽ 16 88 നോക്കേണ്ട ആവശ്യമില്ല. 16 ക്ലോക്കിൽ 4 ടിക്ക് ചെയ്യണം. അപ്പോൾ 1+2 0 സമയം ഈ 3-4 കിടക്കണം. 12 ഡിസംബർ 16 ഈ നവവധുവിടെ ജന്മദിനത്തിന് തൊട്ട് മുകളിൽ ഇഞ്ചുറീസ് ഹോസ്പിറ്റലിൽ പോയി. പക്ഷെ സക്കംഡ് ചെയ്തു അന്ന് രാത്രി പുലർച്ചെ ഉണ്ടായ. ബാക്കി 3 പേരും അപ്പം തന്നെ സ്പോട്ടിൽ മരിച്ചു. നിഖിൽ 2 പേരും അമ്മായിപ്പന്മാർ 2 പേരുടെ സ്വന്തന്മാർ. അപ്പോൾ അശ്രദ്ധ മൂലം ചെയ്യേണ്ടത് ആരും മുങ്ങി നിവർണ്ണം ചെയ്യാണ്ട് അതൊന്നും മനസ്സിലാക്കാണ്ട് ഇങ്ങനെ എല്ലാം തുടക്കം തൊട്ട് അങ്ങനെ വരണം. അപ്പോൾ ആ കൂട്ടി കുഴഞ്ഞിങ്ങനെ ഉറങ്ങേണ്ടത് ആവശ്യമില്ല. ഉറങ്ങി ഇങ്ങനെ വീഴുമ്പോഴാണ് നിർത്തിയിട്ട ശബരിമല ബസ്സായിരുന്നു. അതുപോലെ ഗുരുവായൂർ, അതൊക്കെ ഓർത്ത് നോക്കാം. ഗുരുവായൂർ ബസ് സ്ലോയിലേ വരണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ അതുമ്മ കൊണ്ട് ഇടിച്ച് ഇതാക്കി. അതുപോലെ ഈ ശബരിമല നമ്മൾ നിർത്തിയിട്ടൊക്കെ ആയിരുന്നു ഹൈവേയിൽ. ഇങ്ങനെ ഈ സെയിം രീതിയിൽ തന്നെയാണ് ഇങ്ങനെ ചെരിഞ്ഞ് വളഞ്ഞ് അങ്ങോട്ട് പിടിച്ച് കയറുന്നത്. അപ്പോൾ എല്ലാ രീതിയിലും അങ്ങനെ വരണമെന്ന് പറയാം. അപ്പോൾ സ്വന്തമായിട്ട് പറയാൻ നോക്കാം കാര്യങ്ങൾ. ഞാൻ മൂട്ടിന് വിടണ പോലെ പറഞ്ഞുകൊണ്ടിരുന്ന സ്പൂൺ ഫീഡിങ് വെഡിത്തം മരുന്ന് കൂട്ടി വാങ്ങാനേ ചെയ്യുള്ളൂ. നിങ്ങൾ തമ്മിൽ കുഴി ചാടിക്കണ പോലെ കൂടിയല്ല ഞാൻ പറയണത്. മാറ്റാനുള്ള കാര്യങ്ങൾ വെഡിത്തം മാറ്റാം. പക്ഷെ വെഡിത്തല്ല മാറ്റണം. ഈ കുമ്മുട്ടി കോഹലായാലും കുഞ്ചിവാലും ഇതിനെക്കുറിച്ച് പറയൂ. അവർ വെഡി ക്യാമറ 120 വർഷം മുമ്പുള്ള ക്യാമറ കണ്ടുപിടിക്കാൻ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. നമുക്ക് ബുദ്ധി ഉണ്ടാവില്ലേ, സ്ക്രൂയുടെ ആവശ്യമില്ല. നമുക്ക് സ്ക്രൂ എക്സ്ട്രാ ഫിറ്റ് ചെയ്യണം, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ ബുദ്ധി ഇല്ലാണ്ട് ചെയ്യണതിന് അപ്പോൾ ക്യാമറയുടെ മുന്നിൽ വെഡിത്തം പ്രൂഫാക്കി ജീവനില്ലാത്ത അലർജിയും മുസ്ലിംസും കൂറുക്കാനും എല്ലാവരും വെഡിത്തത്തിന് പാതിരികളുടെ വേഷം കിട്ടി എല്ലാം മണ്ടൻ ഡയലോഗും പറയിപ്പിച്ച് മാത്രമേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. കൃത്രിമമായതാണ്, സ്വന്തം ലൈഫിലുള്ളതുകൂടെയല്ല. അത് പറയുമ്പോൾ എളിഞ്ഞ ഒരു മോന്താണ് ഉണ്ടാവും. വെഡിത്തത്തിന് പ്രൂഫായിട്ട് ഒരു തരം കണ്ടാൽ മനസ്സിലാവും. എൻ്റെ ഫേസ്ബുക്കിൽ അവരുടെ മോന്ത കൊണ്ട് വെച്ചാൽ ഒരു സാമ്യതയില്ല. അതൊരു വേറെ തരം മോന്തേ, എല്ലാത്തിനും മോന്ത പേരാണത്. അന്നേ തൊട്ട് വളഞ്ഞ് കുട്ടി കഴിച്ച് ബീഡി വലിച്ച് അങ്ങനെ വളർന്ന്. അപ്പോൾ അതേപടി വേറെ നിങ്ങൾ റെസ്പെക്റ്റ് കൊടുത്ത് പറയുന്നത് റെസ്പെക്റ്റ് ഇല്ലാണ്ട് സ്വയം നിങ്ങൾ വേറെ ഇങ്ങനെ കമ്പയർ ചെയ്താൽ സ്വന്തം ഗ്രൂപ്പിലുള്ള വെഡികൾ അതേപടി അരുന്ന് കൂട്ടി വാങ്ങായിരുന്നു. ക്ലീഷോ ആയാലും ആരായാലും. അപ്പോൾ നിമ്മിയും ജിബിയും ആരും ഇതൊന്നും പറയില്ല. അറിയാലോ, റോമൻ കാത്തലിക്സ് സെലക്ഷൻ ശരിയാവുകൊണ്ട് കുരുട്ട് മോതലുണ്ടാക്കും. അവർ കണ്ടു കഴിഞ്ഞാൽ ജ്യൂസല്ല വെള്ളം കൂടി കുടിച്ചാലല്ലേ ഇറക്കാൻ തോന്നുള്ളൂ. അപ്പോൾ വേഗം പോകണം. ജ്യൂസ് കുടിക്കാൻ നേരം ഇപ്പോൾ പകുതി മുക്കാൽ ഭാഗം അവിടെ വെച്ചിട്ട് വേഗം ധൃതിയുണ്ട്, എന്തെങ്കിലും പണിയുണ്ടെന്ന് പോകും. അപ്പോൾ അത്രയ്ക്ക് വരെ എത്തിച്ചിട്ടുണ്ട്.